ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറുടെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം എന്ന പരീക്ഷയിലെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പം നമ്മൾ മുന്നേയും ഇൻറ്റഗ്രേഷൻ ഡേ 1 ഡേ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും വീഡിയോ കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ശുചീകരണ ഉപകരണങ്ങൾ. വീടും പരിസരവും വൃത്തിയാക്കണം. ശുചീകരണ ഉപകരണങ്ങൾ കണ്ടെത്തി വട്ടം വരയ്ക്കൂ. മക്കൾക്ക് അവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയുണ്ട്? മിക്സി ഉണ്ട്, അതുപോലെ തന്നെ തയ്യൽ മെഷീൻ ഉണ്ട്, ചിരവ, ചൂല്, മോപ്പ്, ബ്രഷ് തുടങ്ങിയ ഒരുപാട് ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ശുചീകരണ ഉപകരണങ്ങൾ മാത്രം കണ്ടെത്തി വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ശുചീകരണ ഉപകരണങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റർപ്രറ്റിംഗ് നമ്പേഴ്സ്. ആദ്യം ടീച്ചർ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറയാം കേട്ടോ, അതിനുശേഷം മലയാളത്തിൽ പറയാം. എ ബ്രൂം വാസ് ബോട്ട് ടു ക്ലീൻ ദി ക്ലാസ് റൂം. ഫൈൻഡ് ദി പ്രൈസ് ഓഫ് ദി ബ്രൂം. ദി നമ്പർ ഹാസ് 4 10s and 2 1s. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ക്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചൂല് മേടിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ വില എത്രയാണെന്ന് മക്കൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ആ നമ്പറിൽ 4 10s അല്ലേ, 4 10കളും 2 1s ഉണ്ട് അല്ലേ. അതായത് 2 1കളുണ്ട്. 4 10കളും 2 1കളും ചേർന്നതാണ് ആ ഒരു ചൂലിൻ്റെ വില എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും മക്കളെ? 42 ആയിരിക്കും ഉത്തരം വരിക. 42. അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ മക്കളെ. റൈറ്റ് ദി നമ്പർ ദാറ്റ് യു ഹാഡ് ഗോട്ട് ഇൻ ഡിഫറെൻറ്റ് വേസ്. അതായത് മക്കൾക്ക് ഇപ്പോൾ ഒരു നമ്പർ കിട്ടിയല്ലോ. എത്രയാണ് കിട്ടിയത്? 42 ആണല്ലേ, 42. അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ നോക്കിക്കേ മക്കളെ. അവിടെ മക്കൾ എന്ത് ചെയ്യണം? ആദ്യം സെൻറ്ററിലായിട്ട് നടുവിലായിട്ട് 42 എന്ന് കൊടുക്കണം. എന്നിട്ട് 42നെ വ്യത്യസ്ത വഴികളിൽ എഴുതണം. നമ്മൾ കുറേ ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് അല്ലേ. അപ്പം നോക്കിക്കേ മക്കളെ, 42നെ നമുക്ക് എങ്ങനെ എഴുതാം? 42 1s എന്ന് എഴുതാം അല്ലേ. 42 ഒന്നുകൾ എന്ന് വേണം മലയാളം മീഡിയത്തിലുള്ള കൂട്ടുകാർ എഴുതാനായിട്ട് കേട്ടോ. 42 ഒന്നുകൾ. പിന്നെ നമുക്ക് അവിടെ ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ട് അല്ലേ. ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ഏതോ 2 സംഖ്യകൾക്ക് ഇടയിലാണ് 42 എന്ന് പറഞ്ഞു. ഏത് 2 സംഖ്യകൾക്കിടയിലാണ് മക്കളെ? 41നും 43നും ഇടയിലാണ് അല്ലേ. അപ്പോൾ 2 സംഖ്യകൾക്ക് ഇടയിലാണെന്ന് പറയുമ്പോൾ മക്കൾ അവിടെ ഏത് ചേർത്ത് കൊടുക്കുക? അതിൻ്റെ തൊട്ട് പിറകെയുള്ള നമ്പറും അതുപോലെ തന്നെ തൊട്ട് മുന്നേയുള്ള നമ്പറും വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അടുത്ത നോക്കിക്കുക മക്കളെ. ഏതോ 2 സംഖ്യകൾ തമ്മിൽ ചേർത്താൽ 42 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് 2 സംഖ്യകളാണ്? 14 + 2 ആണ് അല്ലേ. 40 കൂട്ടണം 2 ആണ്. അടുത്തത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് സബ്സ്ട്രാക്റ്റഡ് 8 ഫ്രം 15. അതായത് 50ൽ നിന്ന് 8 കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരിയാണല്ലോ. 50ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് 42 ആണ്, നമുക്കറിയാം അല്ലേ. ഓക്കെ, പിന്നെ മക്കളുടെ അടുത്ത് ഒന്ന് സ്വയം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്ക് എങ്ങനെ എഴുതാം? 3 10s 12 1s എന്ന് എഴുതാം അല്ലേ. 3 10കളും 12 ഒന്നുകളും. എത്രയായിരിക്കും സംഖ്യ കിട്ടുക? 42 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. പൊതു ഇടങ്ങൾ. ഓണാവധിയാണ്. കൂട്ടുകാർ പാർക്കിൽ പോയി, കാഴ്ചകൾ കണ്ടു, കളിച്ചു, ഐസ്ക്രീം കഴിച്ചു. കപ്പും സ്റ്റിക്കും എന്തു ചെയ്യും? മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. ടീച്ചർ പറഞ്ഞത് കുട്ടികൾ ഓർത്തു. കുളം ഒരു പൊതു ഇടമാണ്. കുളം കൊണ്ടുള്ള ഒരു പ്രയോജനം എഴുതൂ. അപ്പോൾ എന്താണ് മക്കളെ പറഞ്ഞത്? പൊതു ഇടങ്ങളെ കുറിച്ചിട്ടാണല്ലേ. ഓണാവധി ആയതുകൊണ്ട് കൂട്ടുകാർ പാർക്കിൽ പോയില്ലേ. പാർക്കിൽ പോയിട്ട് ഐസ്ക്രീം കഴിച്ചപ്പോൾ അതിൻ്റെ കപ്പും സ്റ്റിക്കും ഒക്കെ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ടീച്ചർ പറഞ്ഞൊരു കാര്യം അവരോർത്തത്. എന്ത്? മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാനായിട്ട് പാടില്ല അല്ലേ. പൊതുയിടങ്ങൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് ടീച്ചർ പറഞ്ഞ കാര്യമൊക്കെ അവരോർത്തു. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? അവിടെ അടുത്തുള്ള ഒരു ബിന്നിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കളയാണ് അല്ലേ. ഓക്കെ, പിന്നെ മക്കളടുത്ത് പറഞ്ഞത് കുളം ഒരു പൊതുയിടമാണ്. കുളം കൊണ്ടുള്ള ഒരു പ്രയോജനം എഴുതൂ എന്നാണ് പറഞ്ഞത്. എന്താണ് മക്കളെ കുളം കൊണ്ടുള്ള പ്രയോജനം? കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ മീനുകളെയൊക്കെ നമുക്ക് എവിടെ വളർത്താനായിട്ട് പറ്റും? കുളത്തിൽ വളർത്താൻ പറ്റും അല്ലേ. പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ വെള്ളം ഉപയോഗിക്കാം.
ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി അതിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പൊതു ഇടങ്ങളുടെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഒരു പൊതു ഇടം പറയുന്നുണ്ടല്ലേ, ഏതാണ്? പാർക്ക് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഏതൊക്കെയാണ്? നിങ്ങൾ കളിക്കുന്ന കളിസ്ഥലം, അതുപോലെ തന്നെ കടൽ തീരം, ചന്ത, മൈതാനം അല്ലേ, ഇതെല്ലാം എന്താണ്? പൊതു ഇടങ്ങളാണ്. പിന്നെ നമ്മുടെ ചോദ്യങ്ങളിൽ പറഞ്ഞ കുളവും പാർക്കും ഒക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മക്കൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. അടുത്ത പ്രവർത്തനം കഥ പൂർത്തിയാക്കാനാണ്. മക്കൾക്ക് അവിടെ ഒരു കഥയുടെ ഭാഗം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. മീൻ തിന്നണം, കൊതിയാവുന്നു. കണ്ടൻ പൂച്ച ചൂണ്ടയുമായി പുഴക്കരയിലെത്തി. പുഴയിൽ ചൂണ്ടയിട്ട് കാത്തിരുന്നു. എന്തോ കുടുങ്ങി. കണ്ടൻ ചൂണ്ട വലിച്ചു. ഒരു വലിയ മീൻ. മീനിനെ കണ്ടതും സൂത്രൻ കാക്ക പറന്നു വന്നു. മീനും കൊത്തി പറന്നു. കണ്ടൻ വീണ്ടും ചൂണ്ടയിട്ടു. ഇത്തവണ കുടുങ്ങിയത് ഞണ്ടായിരുന്നു. ഞണ്ടിനെ കണ്ടതും സൂത്രൻ പറന്നു വന്നു. അപ്പം ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം മക്കളടുത്ത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, കഥ ബാക്കിയൊന്ന് പൂർത്തീകരിച്ച് നോക്കാം അല്ലേ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മുടെ പൂച്ചയ്ക്ക് രണ്ടാമത് കിട്ടിയത് ഒരു ഞെണ്ടിനെയായിരുന്നു അല്ലേ. ഞെണ്ടിനെ കിട്ടിയത് കണ്ടപ്പോഴേക്കും നമ്മുടെ കാക്ക പാറി വന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നേരത്തെ മീനിനെ കൊത്തി കൊണ്ടുപോയതുപോലെ തന്നെ ഞെണ്ടിനെയും കൊത്തി അവൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പറന്നിട്ടുണ്ടാവും അല്ലേ. അത് കണ്ടപ്പോൾ നമ്മുടെ കണ്ടം പൂച്ചയ്ക്ക് ഒത്തിരി വിഷമായില്ലേ. അവൻ പിടിക്കുന്ന എല്ലാത്തിനെയും ആര് കൊണ്ടുപോവാണ്? സൂത്രൻ കാക്ക കൊണ്ടുപോവാണ് അല്ലേ. അപ്പോൾ അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സൂത്രന് ഈ ഞണ്ടിനെയും കൊണ്ട് ദൂരേക്ക് പറന്നു പോകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഞണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവൻ്റെ കാലുകൾ വെച്ച് കാക്കയുടെ കഴുത്തിന് നല്ലൊരു ഇറുക്ക് വെച്ച് കൊടുത്തു. അവസാനം വേദന കൊണ്ട് പൊളഞ്ഞ നമ്മുടെ സൂത്രൻ കാക്ക എന്ത് ചെയ്തിട്ടുണ്ടാവും? ഞണ്ടിനെ വിട്ടിട്ട് അവൻ ജീവനും കൊണ്ട് ദൂരേക്ക് പറന്നു പോയിട്ടുണ്ടാവും അല്ലേ. പിന്നീട് അവൻ എന്ത് ചെയ്തില്ല? തിരിച്ചു വന്നില്ല. അപ്പം നമ്മുടെ പൂച്ചയ്ക്ക് എന്തായി? സന്തോഷമായില്ലേ. അവൻ എന്ത് ചെയ്തു? വീണ്ടും ചൂണ്ടയിട്ട് മതിയാവോളം മീനെല്ലാം പിടിച്ച് നന്നായിട്ട് കഴിച്ചിട്ട് അവൻ്റെ വയറെല്ലാം നിറച്ചു. അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? കഥ പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് കഥയ്ക്കൊരു പേര് കൂടി കൊടുക്കണം. എന്ത് പേരാണ് കൊടുക്കുക? മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമുക്ക് സൂത്രൻ കാക്കയ്ക്ക് പറ്റിയ അമ്മിളി എന്ന് കഥയ്ക്ക് പേര് കൊടുക്കാം അല്ലേ. ഇനി മക്കൾക്ക് വേണമെങ്കിൽ സൂത്രൻ കാക്കയും കണ്ടയും പൂച്ചയും എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മക്കളുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് ഇടും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ മക്കൾക്ക് നേരത്തെ തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.